ശാരീരികമായിട്ട് ആരെ ആക്രമിക്കുന്നതോട് എനിക്ക് അഭിപ്രായമില്ല. ശാരീരികമായിട്ട് ഒരിക്കലും ആക്രമിക്കാൻ പാടില്ല. ഈ സാജന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ആരോ പറഞ്ഞ പോലെ ഒരു ചൊല്ലുണ്ടല്ലോ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെ, മറ്റേ കുഞ്ചൻ നമ്പ്യാരി പറഞ്ഞ പോലെ പണ്ടൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. നമസ്കാരം. ഇന്നലെ രാത്രി മുതൽ മറുനാടൻ ഷാജന് അടികൊണ്ട ആ ഒരു സമയം മുതൽ, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്ന സമയം മുതൽ സമൂഹ മാധ്യമങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ആളുകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ, വളരെ ചുരുക്കം ചില ആളുകൾ അത് വേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്കും അങ്ങനെ ഒരാളെ കയ്യേറ്റം ചെയ്തത് നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല, അതിനെ അനുകൂലിക്കാൻ കഴിയില്ല. വ്യാപകമായ ആളുകൾ പടക്കം പൊട്ടിക്കുന്നു, നടന്നത് ഓണത്തല്ലാണ് എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് കമന്റുകൾ ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടെ കൂടുതൽ ആളുകളും മറുനാടന്റെ ഇരകളാണ്. സാധാരണക്കാരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ഈ മറുനാടനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. മറുനാടൻ എപ്പോഴും പറയുന്നത് ഞാൻ സത്യമാണ് പറയുന്നത്, അതിന്റെ ഭാഗമായാണ് എനിക്ക് ശത്രുക്കൾ എന്ന് പറയുന്നത്. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ശത്രുവാകണമെങ്കിൽ മറുനാടന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന കാര്യം അത് ഷാജൻ മനസ്സിലാക്കേണ്ടതാണ്. അത് പലരും പറഞ്ഞിട്ടുള്ളതുമാണ്. എന്തായാലും ഇവിടെ എൻ്റെ കൂടെ ഇപ്പോൾ നേരത്തെ പലതവണ പ്രതികരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഷാജന്റെ വാർത്തകൾക്കെതിരെയൊക്കെ അത് വ്യാജ വാർത്തയാണ്, നുണയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രതികരിച്ച ഒരു വ്യക്തിയാണ്. DYSP ആയിരുന്നു രവീന്ദ്രൻ സാറ്. അദ്ദേഹം ചാലക്കുടിയിലും അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലും ഒക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു. ഇപ്പൊ സർവീസിൽ നിന്ന് വിരമിച്ചു. അദ്ദേഹം ഇന്ന് എൻ്റെ കൂടെയുണ്ട്. സാറ് നേരത്തെ ഷാജനെതിരെയൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. സാറും ഒരു വേള ഷാജന്റെ ഇരയായി എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ഒരുപാട് ക്രൂരമായിട്ടുള്ള ചില വാർത്തകളൊക്കെ, ഇല്ലാത്ത വാർത്തകളൊക്കെ പടച്ചുവിട്ടിട്ടുണ്ട്. ഒരുപാട് നഷ്ടങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സാറിന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എന്താണ് സാറിന് പറയാനുള്ളത്? എന്താണ് സാറിന് പ്രതികരിക്കാനുള്ളത്? ഇതിന് ഞാൻ പറഞ്ഞില്ലേ, ഈ കബീർ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ആദ്യം പറയാനുള്ളത്, എനിക്ക് ശാരീരികമായിട്ട് ആരെ ആക്രമിക്കുന്നതോട് എനിക്ക് അഭിപ്രായമില്ല. ശാരീരികമായിട്ട് ഒരിക്കലും ആക്രമിക്കാൻ പാടില്ല, എന്തായാലും തെറ്റ്. ഈ സാജന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ആരോ പറഞ്ഞ പോലെ ഒരു ചൊല്ലുണ്ടല്ലോ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെ. അപ്പോ ആള് ഒരുപാട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ചിലത് അനിവാര്യമാണെന്ന് പറയും, ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. അപ്പൊ സാജന്റെ കാര്യത്തിൽ അതാണ് ഉണ്ടായിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് അത്ര കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും ആയിട്ട് തോന്നിയില്ല. ഇനിയിപ്പോ ഇയാൾ തന്നെ ഉണ്ടാക്കിയ നാടകമാണെന്ന് അറിയില്ല. ഇപ്പൊ വലിയ കാര്യമായിട്ട് റീച്ചൊന്നും ഇല്ല ആൾക്ക്. ആരിങ്ങനെ ഉപദ്രവിക്കാനും കിട്ടുന്നില്ല, വേറെ വാർത്തകളൊന്നും കിട്ടുന്നില്ല. പിന്നെ തന്നെയല്ല, എനിക്ക് തോന്നുന്നത് പഴയ പോലെ യേശുന്നില്ല തോന്നുന്നുണ്ട് ഇപ്പം. മറ്റേ കുഞ്ചൻ നമ്പ്യാരി പറഞ്ഞ പോലെ പണ്ടൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. അപ്പൊ അത്രയും ഇതല്ല, കുറെ ആളിലൊക്കെ മനസ്സിലാക്കിയോ കൊണ്ട്. എനിക്ക് പറഞ്ഞ പോലെ, കബീർ പറഞ്ഞ പോലെ തന്നെ പലരും ധാരണ, ഇപ്പൊ നമുക്കൊരു സംഭവത്തെ കുറിച്ച് എനിക്കറിയില്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നടക്കും. ഇപ്പൊ ഞാൻ തൃശ്ശൂർ താമസിക്കുന്നു. ഇപ്പൊ കുന്നംകുളത്ത് ഒരു വാർത്ത നടക്കുകയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാളുകളാണ് രണ്ടാളുകൾ തമ്മിലുള്ള തർക്കമാണെന്ന് വിചാരിക്കുക. അപ്പൊ രണ്ടാളുകൾക്ക് മാത്രമേ സത്യം അറിയുള്ളൂ. അപ്പൊ ഈ രണ്ടാളുകളിൽ ആരെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ബാക്കി പറയുന്നത്. സത്യം എന്താണെന്ന് അറിയാം ഈ രണ്ടാൾക്ക് മാത്രം അറിയാം. അവർ രണ്ടാൾ രണ്ട് തരത്തിൽ പറഞ്ഞാൽ എന്താ സത്യം നമുക്ക് അറിയാൻ പ്രയാസമായിരിക്കും. അതുപോലെ പലപ്പോഴും ജനങ്ങൾ ധരിച്ചിരിക്കുന്ന സാജൻ പറയുന്നതൊക്കെ കൃത്യമാണ് സത്യമാണെന്നാണ് വിചാരിക്കുന്നത്. കാരണം അനുഭവം ഉള്ളവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനൊരു കാലത്ത് സാജൻ പറയുന്നത് വളരെ സത്യമാണെന്ന് വിചാരിച്ചിരുന്നു. സാജൻ നല്ലതാണെന്നൊക്കെ നല്ല കാര്യങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ ഇവിടെ ഒരു തേറമ്പൽ ശ്രീധരേട്ടൻ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും പ്രതികരിക്കും. അതുപോലെ നവാബ് രാജേന്ദ്രൻ, അങ്ങനെ വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ പോലെയൊക്കെ പ്രതികരിക്കുന്ന ആളാവുമെന്ന് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷെ ഒന്ന് രണ്ട് മാറ്ററിൽ എനിക്ക് സത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ, അതിൽ അദ്ദേഹം കൊടുത്ത വാർത്ത വെച്ച് നോക്കിയപ്പോൾ ഇത് വെറും തട്ടിപ്പ് മാത്രമാണ് എന്നുള്ളതാണ്. പിന്നെ അതിനേക്കാൾ ഉപരി മനസ്സിലാക്കിയത്, ഇദ്ദേഹം ഏതെങ്കിലും ഒരാൾക്കെതിരെയുള്ള വാർത്ത എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അയാളെ പോയി സമീപിക്കും. എന്നിട്ട് ചോദിക്കും, ഞാൻ ഇങ്ങനെ ഒരു വാർത്ത ചെയ്യാൻ പോകുന്നുണ്ട്, നിങ്ങളെ കുറിച്ച് എതിരാവും, അത് കുഴപ്പമാവും, അപ്പൊ എനിക്ക് ഇത്തിരി സാമ്പത്തികമായിട്ട് ആൾക്ക് ആവശ്യപ്പെടും. അത് കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ പിന്നെ വാർത്ത വരില്ല. തയ്യാറാവാത്തവരെ വാർത്ത വലിയ കാര്യമായിട്ട് ആള് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കും. പലരും ഈ കമന്റ് ചെയ്യുന്നവർ ചോദിക്കുന്നുണ്ട്, ഈ സാജൻ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റായതുകൊണ്ട്, എതിര് വരുന്നത് കൊണ്ട് ദോഷം ഉണ്ടാവുന്നവർ മാത്രമാണ് ആൾക്കെതിരെ പറയുന്നത്. അതായത് എനിക്കെതിരെ ഇപ്പോൾ ഒരു വാർത്ത കൊടുത്ത എനിക്ക് ദോഷമാണ്, ഞാൻ കള്ളത്തരം ചെയ്തു, അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് സാജിനെ എതിർക്കുന്നത് പറയുന്നത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കാരണം ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് സാജിനോട് കോംപ്രമൈസ് ആവും. അവൻ പറഞ്ഞ പൈസ കൊടുക്കും, ആ വാർത്ത വരാതിരിക്കാൻ നോക്കും. പക്ഷെ ഇപ്പൊ വാർത്ത വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തി അത് ചെയ്യാത്ത കാര്യമായിരിക്കും. ആ ചെയ്യാത്ത കാര്യമായിരിക്കും ഇയാൾ വാർത്തയായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇല്ല, ഈ സാജന് ഇങ്ങനെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കിട്ടുകയാണെങ്കിൽ കുറെ സ്ഥലത്ത് നിന്ന് കിട്ടാനുണ്ടാവും. അതിപ്പോ തുടങ്ങി വെക്കാന്നറിയില്ല, നമ്മൾ ഈ വെടിക്കെട്ടിനൊക്കെ തീ വെക്കാന്ന് ഒരു തുടക്കം വെച്ച് കൊടുക്കും. അപ്പൊ പിന്നെ അതങ്ങ് പൊട്ടിപ്പോക്കോളും. അതുപോലെ എനിക്ക് തോന്നുന്നു ഒരാൾ തുടങ്ങി വെക്കേണ്ട ആവശ്യമുള്ളത് തോന്നുന്നുണ്ട്. കാരണം കേരളത്തിൽ എവിടെ ചെന്നാലും ആൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഷാജന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വരുന്നത് CPM-മായി ബന്ധപ്പെട്ട് എന്തോ വാർത്ത കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്.
പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ചില പ്രതികരണങ്ങൾ കാണുന്നുണ്ട്. ഷാജൻ യഥാർത്ഥത്തിൽ ഇത് എവിടുന്ന് കിട്ടി എന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചനയിലാണ് എന്നാണ് ആ ഒരു പ്രതികരണം. അതായത് ഒരുപാട് സാർ പറഞ്ഞ പോലെ ഒരുപാട് ഭാഗത്ത് നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പൊ കിട്ടിയത് എവിടുന്നാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു രൂപം ഇതുവരെ ആയിട്ടില്ല എന്നാണ് പറയുന്നത്. ആ ഒരു കമന്റ് തന്നെയാണ് ഇപ്പൊ സാറും പറഞ്ഞത്. സോഷ്യൽ മീഡിയയിലെ കമന്റുകളൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ അധികം ശ്രദ്ധിച്ചില്ല, നോക്കിയില്ല, അധികം നോക്കാൻ നേരം കിട്ടിയില്ല. ഞാൻ പറയുന്നത് എന്താ അറിയോ, ഈ ഇത് സെർച്ച് നടത്തേണ്ടി വരുന്ന തോന്നണേ, വലിയ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത് ഏത് ഭാഗത്താണ് വന്നത്. കാരണം സാജൻ ഉപദ്രവിച്ച് അതിന്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ച് വീടും കുടുംബവും ഒക്കെ ജീവിക്കുന്നവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ വളരെ കഷ്ടമായിട്ടുള്ള കാര്യം, നമുക്കത് പറയാൻ പോലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് പക്ക 100% നുണയാണെന്ന് അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരിന്ന് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി വാർത്ത കൊടുത്തത്, അത് എത്രമാത്രം ഒരു കുടുംബം അതുപോലെ വ്യക്തിയൊക്കെ ആയിട്ട് സമൂഹജീവിയായിട്ട് ജീവിക്കുന്നവരെ ബാധിക്കുന്ന കാര്യമൊന്നും ഈ സാജൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അവന്റെ യൂട്യൂബ് ചാനലിന്റെ റേറ്റിംഗിന്റെ മാത്രം നോക്കിയിട്ടാണ് എന്ത് നുണയും പറയും. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അത് വളരെ ദോഷമായിരിക്കും. അപ്പൊ അതിനെ അനുഭവിച്ചുള്ളവർ ഞാൻ പറയില്ലേ, ചിലവരിങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് കിട്ടുമ്പോൾ ഒരാൾക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ അത് എഫക്റ്റീവ് ആകും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നലെ പലരും കമന്റ് ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞു കേട്ടത് അത്ര വലിയ ഇതൊന്നുമില്ല, കാര്യമായിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് കേട്ടത്. പക്ഷേ വാർത്തകൾ വന്നത് അടികൊണ്ട് റോട്ടിൽ കിടക്കുകയായിരുന്നു, പോലീസാണ് എടുത്ത് ഹോസ്പിറ്റലിൽ. അതെ, അതാണ് ഏറ്റവും വലിയ രസം. ഇദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ള പോലീസുകാരെയാണ് കള്ളവാർത്ത കൊടുത്തിട്ടുള്ളതും പ്രതിയാക്കിയിട്ടുള്ളതും. അതിന് പ്രധാന കാര്യം ഞാൻ മുമ്പും പറഞ്ഞിട്ട് തോന്നുന്നു. അതായത് എനിക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം വേറെ ആരും ചെയ്യുമ്പോൾ, ഇപ്പൊ സിനിമയിലൊക്കെ മോഹൻലാല് പോലീസിനെ ഉപദ്രവിക്കുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നത് കൊണ്ടാ എനിക്ക് എന്തായാലും പോലീസിനെ ചെയ്യാൻ പറ്റില്ല. അതെ. അപ്പൊ മോഹൻലാല് നമ്മുടെ മനസ്സിലുള്ളത്, അതായത് ഒരു ഇത് പറയില്ലേ, പ്രേക്ഷക നീതി എന്ന് പറയും, പ്രേക്ഷക നീതി ആ വാക്ക് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളൊരു കാര്യം കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ചെയ്യണം അയാള് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളത് ചെയ്താൽ നമുക്ക് അതിന് സന്തോഷം. അപ്പൊ അങ്ങനെയുണ്ടല്ലോ, നമുക്ക് തോന്നിപ്പോവാം ഓരോരുത്തർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അയാളോട് പ്രതികരിക്കേണ്ടത് എന്ന് തോന്നിപ്പോണ സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച വിധത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം. അതുപോലെ പോലീസുകാരിപ്പോ ഞാൻ പറഞ്ഞില്ലേ മര്യാദക്കാരാണ് മുഴുവനൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ചില സന്ദർഭത്തിലൊക്കെ പോലീസുകാർ വളരെ മോശമായിട്ട് പെരുമാറുമ്പോൾ പ്രതികരിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ പ്രതികരിച്ചുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. അപ്പൊ നമ്മൾ കൈയടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സാജൻ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് പോലീസിനെതിരെയും അതുപോലെ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ അങ്ങനെ കുറെ ആളുകളാണ് ഉപദ്രവിച്ചിട്ടുള്ളത് തോന്നുന്നു കൂടുതൽ. ആത്മഹത്യ ചെയ്യുന്നവരെ അതെല്ല എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ തോന്നുന്നില്ല. അല്ല, ഒരുപാടുണ്ട്. എന്ന് വെച്ചാൽ അയാൾ ചെയ്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ പരാതി കൊടുത്തപ്പോ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോ അത് അന്വേഷണം നടത്തിയിട്ട് എനിക്കൊരു റിപ്പോർട്ട് തന്നാല് ഈ സോജന്റെ പേരിൽ അത്രയധികം കേസുകളുണ്ടെന്ന് തോന്നി പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓരോരുത്തരെ ഉപദ്രവിച്ചതായിട്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളതാണ് കൂടുതൽ അത് ശാരീരികമായിട്ട് ആക്രമിക്കാൻ പാടില്ല. അതേ സമയത്ത് നമുക്ക് കഴിയില്ല. ചിലത് അതാ പറഞ്ഞത്, ചിലത് നമുക്ക് പറയില്ല. പ്രകൃതിയുടെ നിയമമാണത്, ഇന്നവിറ്റബിൾ എന്ന് പറയും. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, അത് സംഭവിക്കും. ഇപ്പം ഈ സാറ് പോലീസിൽ ഒരുപാട് കാലം DYSP ആയിട്ട് റിട്ടയർഡ് എടുത്തിട്ടുള്ള ഒരാൾ. ഇപ്പം പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് നടപടികൾ വേണ്ട സമയത്ത് ഇല്ലാതിരുന്നത് കൊണ്ടല്ലേ ജനങ്ങൾ ഇങ്ങനെ തെരുവിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്? അതിപ്പോ പോലീസിന്റെ ഭാഗത്തുനിന്ന് തന്നെയല്ല. ഞാൻ പറയാം, ഇവിടുത്തെ നിൽക്കുന്ന നിയമവ്യവസ്ഥയ്ക്ക് ശരിയല്ല എന്ന് തോന്നിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരും സെൽഫായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ ഏറ്റവും നല്ല ഉദാഹരണം പറയാം. അപ്പൊ ഈ വിഷയം തന്നെ ടോൾ പ്ലാസിലെ ഒരു ഇഷ്യൂ നടന്നറിയാലോ. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മനോരമയ്ക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ട് 2016 കൊടുത്ത, ഇപ്പോഴും അതിന്റെ വിചാരണ കഴിഞ്ഞില്ല. 11 പ്രാവശ്യം ഞാൻ നേരിട്ട് ഹാജരായി വിചാരണയ്ക്ക് വേണ്ടി. അപ്പോൾ മനോരമയുടെ വക്കീൽ പറയും, ഒരു ജൂനിയർ വക്കീൽ പറയും സീനിയർ വക്കീലിന് ഒഴിവില്ല, അതുകൊണ്ട് മാറ്റിവെക്കാൻ പറയും. മാറ്റിവെക്കും. പിന്നെയും ചെല്ലുമ്പോൾ പിന്നെ കാലത്ത് നമ്മളൊരു 10 മണിക്ക് ചെല്ലും. 10 മണിക്ക് ചെന്ന് ആ കേസ് എടുക്കാനൊക്കെ ബെഞ്ച് ക്ലർക്കിനെ കൊണ്ട് പറഞ്ഞൊക്കെ വെച്ചിരിക്കുമ്പോൾ ഈ മജിസ്ട്രേറ്റ് വിളിക്കും, പറയും 15 മണിക്ക് റോൾ കോൾ ചെയ്യുമ്പോൾ ഏകദേശം 12:30 ആകുമ്പോൾ പറയും പിന്നെ വിളിക്കാന്ന് പറയും. പിന്നെ ഒരു 1:30 മണിയാകുമ്പോൾ ആ മജിസ്ട്രേറ്റിനെ പറയും ആഫ്റ്റർ ലഞ്ച് എന്ന് പറയും. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചു വരും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ വരും. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു 5 മണിയാകുമ്പോൾ പറയണത് നെക്സ്റ്റ് മാറ്റി വെച്ചിരിക്കുകയാണ്, അടുത്ത ദിവസം വിളിക്കാന്ന് പറയും. അങ്ങനെ 11 പ്രാവശ്യം. അപ്പൊ എനിക്ക് തോന്നിയത് ആ ഒരു മജിസ്ട്രേറ്റ്, ഞാൻ പ്രതിനെ കുറ്റം പറയാൻ പാടില്ല, ശരിയാണ്, എന്നാലും കൂടി പറയുന്നത് 11 പ്രാവശ്യം. നമ്മുടെ നാട്ടിലൊരു നിയമം നിൽക്കുന്നുണ്ട്, പുതിയ നിയമം വന്നതുണ്ട്, BNSS എന്ന് പറഞ്ഞിട്ട്, അതായത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറഞ്ഞിട്ട്, പഴയ CRPC പകരം. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞു സ്പീഡ് ട്രയലാണ് പറഞ്ഞത്, വേഗം ട്രയൽ നടത്തുന്നുണ്ട്. തന്നെയല്ല, ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ സാക്ഷികളെ വേഗം തുടർച്ചയായിട്ട് ഡേ ബൈ ഡേ ആയിട്ട് വിസ്തരിക്കുന്നതാണ് പറയുന്നത്. പിന്നെ അഡ്ജോൺ ചെയ്യണമെങ്കിൽ തന്നെ നീട്ടി വെക്കേണ്ടി തന്നെ ഒരു പ്രാവശ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മാഡം 11 പ്രാവശ്യം നീട്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ എനിക്കൊരു സമാധാനം തോന്നിയത്, ഇപ്പൊ ഈ കഴിഞ്ഞ ജൂൺ മാസത്തില് ജസ്റ്റ് ഇപ്പൊ വെക്കേഷൻ കഴിഞ്ഞ് വന്നപ്പോ ഒരു മാഡം വന്നിട്ടുണ്ട് പുതിയതായിട്ട്, വളരെ ചെറുപ്പം. എനിക്കൊരു ഫസ്റ്റ് പോസ്റ്റിംഗ് ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഭയങ്കര മിടുക്കത്തിയാണ്. അവർ പറഞ്ഞു എന്തായാലും നിങ്ങൾ വക്കീലില്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വന്ന സാക്ഷിക്കുള്ള ബെട്ട കെട്ടി വയ്ക്കാൻ പറഞ്ഞു.
5000 രൂപ ബെത്ത കിട്ടിയിരിക്കുന്നത് പറഞ്ഞു നോക്കി. പിന്നെ അത് കൃത്യമായിട്ട് വരാൻ തുടങ്ങി. അപ്പൊ അതുവരെ എന്താ വെച്ചാൽ ഈ ആ മനസ്സിൽ മജിസ്ട്രേറ്റിന്റെ മനസ്സിൽ പോലും അയ്യോ മനോരമയ്ക്കെതിരെ അവര് വിധി പറയുന്നില്ല എങ്കിൽ പോലും ആ ഇത് കേൾക്കാൻ ട്രയൽ കേൾക്കാൻ മനോരമയ്ക്കെതിരെ എന്തെങ്കിലും പറയുന്നത് ഞാൻ പറയുന്നത് എഴുതി വെക്കണല്ലോ, അതിന് പോലും പേടിയായിരിക്കുകയാണ്. അപ്പൊ അവരൊക്കെ പഴയ കാലത്തെ ദൈവങ്ങളായിരുന്നല്ലോ. അപ്പൊ അതുപോലെ ഓരോരുത്തരുടെ ഷാജൻ പ്രതികരിക്കോ, ഷാജൻ എന്തെങ്കിലും പറയോ, അതെ നാളം കൊടുത്തു എന്നൊക്കെയുള്ള ഒരു അതെ അങ്ങനെ ഉള്ള പേടിയുള്ളത് കൊണ്ടാണ് പലരും പ്രതികരിക്കാതിരിക്കുന്നതൊക്കെ. പിന്നെ ആരോ പറഞ്ഞില്ലേ ഷാജനെ പോലെ വേറെ അപ്പുറത്തും ചിലവരുണ്ടായിരിക്കാം. അപ്പൊ അവരെ പ്രതികരിച്ചു എന്നാ എനിക്ക് തോന്നിയുള്ളൂ. എന്നാലും വളരെ നന്ദി സർ. നന്ദി. അതായത് നീതിപീഠങ്ങളുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ടുള്ള നീതി നിഷേധം ഉണ്ടാകുന്നത് ഇങ്ങനെ ആളുകൾ തെരുവിലിറങ്ങി കുറ്റക്കാരായിട്ടുള്ള ആളുകളെ കൈകാര്യം ചെയ്യാൻ വഴിയൊരുക്കുമെന്നാണ് സാർ പറഞ്ഞത്. ഷാജന്റെ വിഷയത്തിൽ ചെയ്തത് ശരിയല്ല, തെറ്റാണ് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ ചില കാര്യങ്ങളെ തടയാൻ അത് ആരും വിചാരിച്ചാലും കഴിയില്ല. ഒരു വെടിക്കെട്ടിന് തീ കൊളുത്തി എന്നൊക്കെയാണ് സാർ പറഞ്ഞത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.